എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ രണ്ട് വാക്ക് സംസാരിക്കണമെന്ന് സുകന്യ പറഞ്ഞപ്പോൾ രണ്ട് വാക്ക് ഞാൻ പറഞ്ഞോളാം. ഇതിൽ ആദ്യത്തെ വാക്ക് നന്ദി. അത് ആർക്കാന്ന് വെച്ചാൽ മനോഹർ. എന്തിനാണെന്ന് നിങ്ങൾ ചോദിക്കും. മനോഹർ എന്ന വ്യക്തി 2 വർഷമായിട്ട് ഒരു സിനിമയുടെ പുറകിൽ ഒരു 5 പൈസ ചെലവില്ലാതെ നമുക്കൊരു സംഭവം മുന്നോട്ട് പോകില്ല. അതിൽ കടിച്ച് പിടിച്ച് സൈലൻസ് ഈ കടിച്ചു പിടിച്ച വേദനകളൊക്കെ കടിച്ചു പിടിച്ച് ബുദ്ധിമുട്ടി ഒരു സംരംഭം ഇവിടം വരെ എത്തിച്ചതിന് വീണ്ടും ഒരു നന്ദി. അപ്പോൾ അതുമാത്രമല്ല, കാരണം ഓരോ ലൊക്കേഷനിലും എന്തോരം വിഷമം അനുഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. എൻ്റെ വർക്കിൽ തന്നെ ഞാൻ ഒരുപാട് വിഷമം അനുഭവിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ വിഷമം മനു അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മനുവിനെ ഒരു അഭിനന്ദനം, ആശീർവാദം. ഈ പടം നല്ല രീതിയിൽ വിജയിക്കട്ടെ എന്ന് ഞാൻ അനുഗ്രഹിക്കുന്നു, ആശീർവദിക്കുന്നു. അത് മാത്രമല്ല, ഇവിടെ ഒരു ചെറിയൊരു സുകന്യക്കൊരു തെറ്റുപറ്റാണോ എനിക്ക് പറ്റുന്നത്. എൻ്റെ പേര് പറഞ്ഞപ്പോൾ എൻ്റെ ഫുൾ വിജയൻ ഏങ്ങണ്ടൂർ എന്നാണ്. അപ്പം എല്ലാവരെയും പരിചയപ്പെടുത്തിയപ്പോൾ വിജയൻ ഏങ്ങണ്ടൂരിൻ്റെ ഫുൾ പേര് പറഞ്ഞില്ല. ഞാനൊരു യൂട്യൂബറാണ്, ഒരു ആർട്ടിസ്റ്റാണ്. ഒരു 10-20 പടങ്ങളിൽ കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. 10-40 പടം ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റ് വിത്ത് ഡയറക്ഷൻ അതാണ്. പിന്നെ പഴയകാല സീരിയലിൽ 3-4 സീരിയൽ ചെയ്തിട്ടുണ്ട്. പേര് പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്തിരുന്നു, ആരും ഇതിൽ കൊടുത്തില്ല, പേര് പറഞ്ഞില്ല. നോ പ്രോബ്ലം സാറിന്. ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൂവി ഉണ്ട്, അത് OTT മൂവിയാണ്. അത് ഡബിങ്ങിന് കയറ്റിയിരിക്കുകയാണ്. സത്യം വേണം, 4 കൊല്ലം ഞാൻ വർക്ക്. കാരണം പൈസ ഇല്ല, സാമ്പത്തികമില്ല. അപ്പൊ 4 കൊല്ലം വരെ എൻ്റെ പടം നീണ്ടു പോയെങ്കിൽ മനോഹര 2 വർഷം കൊണ്ട് ആ പടം തീർത്തു. അതിനൊരു പ്രത്യേക നന്ദി മനോഹരനുണ്ട്. അപ്പോ കാരണം സത്യം പറയുകയാണെങ്കിൽ ഈ ഗ്രേസി മുഖാന്തരമാണ് ഞാൻ മനോഹരനെ പരിചയപ്പെടുന്നത്. പക്ഷെ പരിചയപ്പെടുമ്പോൾ ഈ 1-2 ഷൂട്ട് കണ്ടപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ ഇറങ്ങുമോ ഇല്ലയോ, പടം തീരുമോ ഇല്ലയോ എന്ന് പേടിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്നത്തെ ഷൂട്ട് എനിക്ക് വരാൻ പറ്റിയില്ല, തിരക്കായിരുന്നു. ഈ ഓരോ സംഭവങ്ങൾ കണ്ടപ്പോൾ ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ട് മനോഹരൻ. ആ വേദന എന്താന്ന് നിങ്ങളിൽ ആർക്കും അറിയില്ല. പക്ഷേ ഈ ഒരു വർക്ക് ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ എനിക്ക് ആ വേദന അറിയാം. ആ വേദന സഹിച്ചതിന് ദൈവം നല്ലത് വരുത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ആദ്യമായി വേദിയിലിരിക്കുന്ന യുവാക്കൾ എന്ന മൂവിയിൽ അഭിനയിച്ച എല്ലാവരോടും അതിൻ്റെ ഡയറക്ടർ മനുഷ്യേട്ടനോടും എൻ്റെ നന്ദി അറിയിക്കട്ടെ. പിന്നെ പറയാനുള്ളത്, ഞാനായാലും ഇപ്പോൾ എൻ്റെ കൂടെ വന്നിട്ടുള്ള ചാരു എന്ന് പറയുന്ന നീമ വിനോദ്, ഞങ്ങൾ വരുന്നത് കോഴിക്കോട്, അല്ലെ ഞാൻ മലപ്പുറം, ചാരു കോഴിക്കോട്. ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞ ചെറിയൊരു പ്ലാറ്റ്ഫോമിലൂടെ കടന്നു വന്ന ഞങ്ങളെ ആ ഒരു ഇത് കണ്ടിട്ട് ഞങ്ങൾ രണ്ടുപേരെയും ക്ഷണിക്കുകയും ഞങ്ങൾ ഇന്ന് ഇതുപോലെയുള്ള ഒരു വേദിയിൽ എത്തുകയും ചെയ്ത് മനുചേട്ടൻ എന്ന് പറഞ്ഞ നമ്മളെ മനോഹർ ചേട്ടൻ്റെ ഒരൊറ്റ പ്രയത്നം കൊണ്ട് മാത്രമാണ്. അപ്പോൾ ആദ്യമേ എല്ലാവരും പറയാം, ഞങ്ങളെ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഇതുപോലെ ഒരു വേദി. പക്ഷെ എന്തോ ഇതുവരെ നടന്നില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു വേദി തന്ന് ഞങ്ങളെ ഇതിലേക്ക് കൊണ്ടുവന്ന ഞങ്ങളെ മനോഹർ സാറിന് ഞങ്ങൾ ഒരുപാട് പറയാൻ തീരാൻ പറ്റാതെ നന്ദിയുണ്ട്. അതുപോലെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഒരുപാട് പേടിയോടെയാണ് ഞങ്ങളും ഈ നീമ വിനോദ് അഥവാ ഞാൻ ചാരു എന്ന് പറഞ്ഞ കഥാപാത്രമായാലും ഞാനാരും വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ നമ്മളെ സെക്കൻഡ് ഡയറക്ടർ ആയിട്ടുള്ള നമ്മുടെ മാഡം ഞങ്ങളെ ഒരുപാട് ഇതിലേക്ക് പ്രചോദനം എന്ന് പറഞ്ഞാൽ ഇതിന് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ് നമ്മളെ സെക്കൻഡ് ഡയറക്ടർ. അപ്പൊ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരും ഒരുപാട് താങ്ക്സ്. ഈ യുവാക്കൾ എന്ന മൂവി 2 വർഷത്തോളം ഇതിനു വേണ്ടി പാടുകൊണ്ട് നടക്കുന്നു. ഔചാരികമായിട്ടാണ് ഞാൻ ഇതിനകത്ത് വന്ന് പെട്ടത്. ഇതിനകത്ത് വന്ന് പെടാൻ കാരണം ഗ്രേസി ചേച്ചിയാണ്. ഞാനൊരു ബസ് ഡ്രൈവറാണ്. ആ വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പരിചയപ്പെട്ടാണ് ഗ്രേസി ചേച്ചി. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം ഉണ്ടെങ്കിൽ പറയണം എന്ന് പറഞ്ഞപ്പോൾ ഒരവസരം വന്നു, എന്നോട് പറഞ്ഞു. അങ്ങനെ വന്നതാണ് ഇതിനകത്ത്. ഒരുപാട് അനുഭവങ്ങൾ ഈ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. ഇത്രയധികം കഷ്ടപ്പെട്ട് ഇതുപോലൊരു മൂവി ഈ അടുത്തൊന്നല്ല ആരും ചെയ്തിട്ടുണ്ടാവില്ല. അതുപോലെയാണ് മനുമാഷി ഞങ്ങളോട് പെരുമാറിക്കൊണ്ടിരുന്നതും എല്ലാം. ഇങ്ങനെ നല്ലൊരു വേഷം തന്ന് ഇതിൽ ഉൾപ്പെടുത്തിയ സാറിനോടും എല്ലാവരോടും ഞാൻ നന്ദി പറയും.